വാർത്തവിശദമായി ഇറാൻ അമേരിക്ക സംഘർഷ സാധ്യത വഷളാകുന്നു. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുത്ത അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘനമെന്നും തിരിച്ചടിക്കുമെന്നും ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധരല്ലെന്നും പ്രതികരണം. വിവരങ്ങളുമായി സോന സുരേഷ് ചേരുന്നു. സോന, വീണ്ടും പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷ സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദീപ്തി പറഞ്ഞതുപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വഷളാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഹോർമൂസ് കടലിടുക്കിന് സമീപം നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പലായിട്ടുള്ള ടാസ്കയാണ് അമേരിക്ക പിടിച്ചെടുത്തിരിക്കുന്നത്. അതും പിടിച്ചെടുത്തായി പുറത്തു വരുന്നത് തന്നെ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ഇത്തരത്തിൽ ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, പ്രധാനമായും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് കരാർ ലംഘനമാണെന്നും സംഭവത്തിൽ തിരിച്ചടിക്കുമെന്നുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. മാത്രമല്ല, ഈ ഇത്തരത്തിലൊരു പിടിച്ചെടുക്കൽ നടപടി ഉണ്ടായത് തന്നെ അമേരിക്കയും ഇറാനുമായുള്ള രണ്ടാം ഘട്ട ചർച്ച, അതായത് പാകിസ്ഥാനിലെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കെ ആണ്. ഏകദേശം ഒരു മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും. മാത്രമല്ല, പ്രധാനമായിട്ടും ഈ പിടിച്ചെടുത്ത കപ്പലിൽ പ്രധാനമായിട്ടും വിശദമായിട്ടുള്ള പരിശോധന നടത്തുമെന്നും ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി നിരവധി US-ന്റെ കപ്പലുകളാണ് ഇറാന്റെ തുറമുഖം ലക്ഷ്യമാക്കി നിരവധി കപ്പലുകളാണ് കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നതെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടു. രണ്ടാം ഘട്ട ചർച്ച പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതും ഇറാന്റെ പതാകയുള്ള ഒരു ചരക്ക് കപ്പലായിട്ടുള്ള ടാസ്ക് അമേരിക്ക പിടിച്ചെടുക്കുകയും എന്തായാലും പിടിച്ചെടുത്ത കപ്പലിൽ വിശദമായി തന്നെ പരിശോധന നടത്തുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇനിയും ഇന്നലെ ഹോർമൂസ് കടലിടുക്കിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇറാനിയൻ പാർലമെന്റിൽ ഒരു പുതിയ ബില്ല് പുറത്തിറക്കുന്നതായിട്ടും സൂചന ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഇറാന്റെ കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം ഇതിനെ ബാധിക്കുമെന്നും ആശങ്കപ്പെടേണ്ടതുണ്ട്. ദീപ്തി, പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ളൊരു അവസ്ഥ ഇന്ധനപാതയ ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയും ബാധിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും അമേരിക്കയുടെ ഈ നടപടിയിൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാനാണ് എന്തായാലും ഇറാന്റെ പ്രതികരണം. ശരി, ഇറാൻ അമേരിക്ക സംഘർഷം സാധ്യത വഷളാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുത്തിരിക്കുകയാണ് അമേരിക്ക. വെടിനിർത്തൽ കരാർ ലംഘനമാണെന്നും തിരിച്ചടിക്കുമെന്നതാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ചർച്ചയ്ക്ക് സന്നദ്ധരല്ല എന്നും ഇറാന്റെ പ്രതികരണം പുറത്തുവരുന്നുണ്ട്. സോന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.